ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മണ്ഡലം പാലക്കാട് ജില്ലയിലെ തൃത്താല. നമ്മൾ മുന്നേ പറഞ്ഞ, അതായത് കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തൃത്താല. അതിലേക്ക് നമുക്ക് ചർച്ച നടത്താം. അതിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ബലറാമും അതേപോലെ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോഴത്തെ മന്ത്രി കൂടിയായ MP രാജേഷാണ് മത്സരിക്കുന്നത്. കടുത്ത മത്സരം തന്നെയാണ് തൃത്താലയും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. LDFന്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു തൃത്താല. ഒരു കാരണവശാലും ഈ കണ്ണൂരൊക്കെ ഉള്ള പോലത്തെ പാലക്കാട് ജില്ലയുടെ എല്ലാ സ്വഭാവ സവിശേഷത കാണിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. നഷ്ടപ്പെടില്ല എന്ന് കരുതിയിരുന്ന സീറ്റായിരുന്നു കോൺഗ്രസ് ഈ ഒരു യുവ നേതാവിനെ കൊണ്ടുവന്ന് പിന്നെ അട്ടിമറിച്ചത്. പിന്നീട് ഈ ബലറാമിനെ നേരിടുന്ന വിഷയത്തിൽ എന്റെ അഭിപ്രായത്തില് വികസന രാഷ്ട്രീയ പറയുന്നതിന് പകരം വ്യക്തിഹത്യ ചെയ്യുക, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുക എന്നുള്ളൊരു ശൈലിയിലേക്ക് പോയത് വളരെ വൈബ്രന്റ് ആയിരുന്നു ബലറാം. അപ്പൊ ബലറാമിനെ അവിടെ സൈഡ് ആക്കുക, കോർണർ ചെയ്യാന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് CPM ആൾക്കടിച്ചുണ്ടാക്കി ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷ മണ്ഡലം എന്നുള്ള നിലക്ക് സ്ഥാനാർത്ഥി നിർണയത്തിനൊന്നും ഒട്ടും പരിഗണിക്കാതെ 2016 സുബൈദ ഇസാഖ് എന്ന് പറഞ്ഞ വളരെ ശക്തി കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ കൂടെ അവിടെ പ്ലേസ് ചെയ്തു. ഇതെല്ലാം ബലറാമിന് വലിയ എഡ്ജ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് തിരിച്ചൊരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം അവിടെ അവതരിപ്പിച്ചപ്പോ തിരിച്ചു ആ ചെറിയ മാർജിനിലാണെങ്കിലും എപ്പോഴും മാർജിൻ വളരെ സ്ലൈറ്റ് ആണ്. അത് ബലറാമിനെ അവിടെ സ്ട്രോങ് ആക്കി നിർത്തുന്ന ഒരു വിഷയം അതാണ്. ഇത്തവണ നിയമസഭാ മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ശരിക്കും തൃത്താല കൂടി. അതെ അതെ, രണ്ടുപേർക്കും അത് അഭിമാന പ്രശ്നമാണ്. കാരണം ഒരുപക്ഷെ UDF ഭരണത്തിലേറുമെന്ന് പ്രതീക്ഷിക്കുന്ന അവസരത്തിൽ പിന്നെ ജയിക്കേണ്ടതിന്റെ ആവശ്യകത, രാജേഷ് വീണ്ടും ജയിക്കേണ്ടത്, രാജേഷ് ഒക്കെ ജയിച്ചില്ലെങ്കിൽ അതൊരു രാജേഷ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ്. അതെ അതെ, വലിയ ക്ഷീണമാണ്. പിന്നെ സിറ്റിംഗ് മന്ത്രിയാണ്, സിറ്റിംഗ് MLA അവിടുത്തെ മന്ത്രി കൂടിയാണല്ലോ. അതും വളരെ നല്ല രീതിയിൽ പേരെടുക്കുന്നൊക്കെ മന്ത്രിയാണ്. അപ്പൊ മന്ത്രി തോറ്റു എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. മറുപക്ഷത്ത് UDF അധികാരത്തിൽ വരുമ്പോ ആ MLA കാൻഡിഡേറ്റ് ചിലപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് വരെ പരിഗണിക്കാൻ നല്ല സാധ്യതയുള്ള ഒരാളാണ് VT ബലറാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് വീക്ഷിക്കുമ്പോൾ രണ്ടുപേരും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ 5:30 മണിക്ക് ഒരാൾ ക്രിക്കറ്റ് ബാറ്റ് കൊടുത്തിട്ട് മറ്റാള് ജിമ്മിലും പാർക്കിലും വലയം വെച്ചിട്ടും സൈക്ലിംഗും ഒക്കെ ആയിട്ട് ഫുൾ ആളുകളുമായിട്ട് 24 മണിക്കൂറും അത്രയും ഇഴകി ചേർന്നിട്ട് നിൽക്കുന്നത് ഗ്രൗണ്ടിലുണ്ട് രണ്ടുപേരും. ശരിക്കും നിയമസഭാ ഇലക്ഷന്റെ ചൂടും ഒക്കെ ഉള്ള ഒരു മണ്ഡലം, വളരെയധികം കൊണ്ടും കൊടുത്തും സംസാരിക്കാൻ നല്ല കഴിവുള്ള എഫിഷ്യന്റ് ആയ രണ്ട് യുവ നേതാക്കന്മാരാണ് രാജേഷും അതേപോലെ VT ബലറാം. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ചർച്ചകളാണ്. മറ്റു മണ്ഡലങ്ങളിലെ പോലെ ചില സ്ഥാനാർത്ഥി മോഹികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെയല്ല, വളരെ പ്രോമിനന്റ് ആയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. അതെ അതെ, സമകാലിക വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാനും അതേക്കുറിച്ച് സംസാരിക്കാനും കഴിവുള്ളതുമായ ആളുകളാണ് രണ്ടുപേരും. അതവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെ അതെ അതെ, അതായത് ഈ രണ്ട് സ്ഥാനാർത്ഥികളും നിയമസഭയിലേക്ക് വരുന്നത് തൃത്താല മണ്ഡലത്തിന്